എല്ലാവർക്കും ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് വീക്ക്, അതായത് 21st തൊട്ട് 25th ഏപ്രിൽ വരെ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ കൊടുത്തിട്ടുള്ള VIP സിഗ്നലിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതാണ്. അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ നമ്മൾ 21st ഏപ്രിൽ മൺഡേ നമ്മൾ കൊടുത്തിരുന്നത്, നമ്മുടെ VIP ഒരു സിഗ്നലാണ് നമ്മൾ കൊടുക്കുന്നത്. ലോസ് കാര്യങ്ങൾ വന്നാലാണ് നമ്മൾ സെക്കൻഡ് സിഗ്നൽ, റിക്കവറി സിഗ്നലൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഗോൾഡ് ബൈ ആണ് നമ്മൾ കൊടുത്തിരുന്നത്. 3378.80 ബൈ ആയിരുന്നു കൊടുത്തിരുന്നത്. അത് ഓൾ TP ഹിറ്റാണ്. TP1, TP2, TP3, TP4. ഓൾ TP എന്ന് പറയുന്ന 150 പിപ്സ് ആയിരുന്നു വെച്ചിരുന്നത്. അത് കംപ്ലീറ്റ് ഹിറ്റായി. മാർക്കറ്റ് നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് അതർ എക്സ്പെക്റ്റഡ് ടാർഗറ്റ്സ് ഒക്കെ നമ്മൾ VIP കൊടുത്തിരുന്നു. അതായത് TP4 ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ട്രെയിലിംഗ് SL യൂസ് ചെയ്തിട്ട് വീണ്ടും ഹൈയിലേക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നല്ല മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതൊരു 5-10 പിപ്സ് വരെ പോയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം ചില ക്ലയൻസ് ഒക്കെ അങ്ങനെ വെയിറ്റ് ചെയ്യാറുണ്ട്. അവർക്ക് നല്ല പ്രോഫിറ്റ് അതിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഡേ, അതായത് 22nd ട്യൂസ്ഡേ ആണ്. അന്ന് നമ്മൾ ഗോൾഡ് ബൈ ആണ് കൊടുത്തിരുന്നത്. 3428, 3431, 3433 ബൈ ആണ് കൊടുത്തിരുന്നത്. 3 എൻട്രികൾ നമ്മൾ വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എൻട്രികൾ എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ലോട്ട് സൈസ് ഡിവൈഡ് ചെയ്ത എൻട്രികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് 3 എൻട്രീസ് നമ്മൾ വെക്കുന്നത്. അതും TP1, TP2, TP3 ആൻഡ് TP4 ഹിറ്റാണ്. ഓൾ TP 150 പിപ്സ് ഹിറ്റാണ്. അതുപോലെ തന്നെ നല്ല മൂവ്മെന്റ്സ് ഉള്ള മാർക്കറ്റാണ് അതും. അതുകൊണ്ട് തന്നെ ലോ ഹോൾഡേഴ്സിന് ട്രെയിലിംഗ് SL വെച്ചിട്ട് വെക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു 610, അത്രയും ഒരു 610 പിപ്സോളം ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ 610 പിപ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം $61 ആണ് കേട്ടോ ആവുന്നത്. ഓക്കെ. അതിനുശേഷം 23 വെനസ്ഡേ നമ്മൾ സെല്ലായിരുന്നു സിഗ്നൽ കൊടുത്തിരുന്നത്. 3348, 3350 ആണ്. അത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെയായിരുന്നു അത് പോയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഓൾ TP ഹിറ്റാണ്. TP1, TP2, TP3 ആൻഡ് TP4 200 പിപ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഹിറ്റാണ്. അതും ഒരു സൈഡിലേക്കുള്ള മൂവ്മെന്റ് ആയതുകൊണ്ട് തന്നെ ലോങ് ഹോൾഡേഴ്സിന് ട്രെയിലിംഗ് SL വെച്ചിട്ട് വെക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ ഇൻട്രാഡേ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏകദേശം 900 പിപ്സ് വരെയാണ് ആ ഒരു ട്രേഡ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ അവർക്ക് നല്ല പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. അത്രയും വെയിറ്റ് ചെയ്യുന്ന ക്ലയൻസ് വളരെ കുറവാണ്. വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല പ്രോഫിറ്റ് അതിൽ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് തേഴ്സ്ഡേ ആണ്. 24th ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് സിഗ്നൽ കൊടുത്തിരുന്നു. സെല്ലായിരുന്നു കൊടുത്തിരുന്നത്. 3330, 28, 25 സെല്ലാണ് കൊടുത്തിരുന്നത്. TP1 ആൻഡ് TP2 ഹിറ്റാണ് 70 പിപ്സ്. അതിനുശേഷം നമ്മൾ ക്ലോസ്ഡ് ട്രേഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ലോങ് വെയിറ്റ് ചെയ്ത ഏകദേശം നമ്മളുടെ സിഗ്നലിൽ നമ്മൾ ഒരു 100 പിപ്സ് 70 പിപ്സ് ഒക്കെ ആകുമ്പോഴത്തേനും സേഫ് ട്രേഡേഴ്സിന് നമ്മൾ ട്രെയിലിംഗ് SL ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ ലോസ് ഒന്നും വരില്ല. അല്ലാത്തുള്ള ആളുകൾക്ക് അത് മാർക്കറ്റ് പെട്ടെന്ന് ഒരു റിവേഴ്സ് മൂവ്മെന്റ് ഉണ്ടായ സമയത്ത് റിസ്കിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ക്ലോസ് ട്രേഡ് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അത് SL ഹിറ്റ് ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ SL പോയി കഴിയുമ്പോൾ വലിയ ഹ്യൂജ് ലോസുകൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ 70 പിപ്സിന് ശേഷം മാർക്കറ്റ് നമ്മൾ കുറച്ച് മൂവ് ചെയ്ത ലോസിൽ തന്നെയാണ് അത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ട്രെയിലിംഗ് SL വെച്ചിട്ടുള്ളവർക്കും ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്കും യാതൊരു ലോസും അവിടെ ഇല്ല. ലോങ് വെയിറ്റ് ചെയ്ത് ട്രെയിലിംഗ് SL വെക്കാത്ത ആളുകൾക്ക് അവിടെ ലോസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വന്നിരുന്ന ലോസ് ഉണ്ടെങ്കിൽ കൂടിയും അത് ഏകദേശം ഒരു 50 പിപ്സ് 60 പിപ്സിനടുത്ത് മാത്രമേ ലോസ് ഉള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മളൊരു സെക്കൻഡ് സിഗ്നൽ കൊടുത്തിരുന്നു. അതും നമ്മൾക്ക് റോങ് ആയിട്ട് തന്നെയാണ് വന്നിരുന്നത്. അത് XAUSD ബൈ ആണ് കൊടുത്തിരുന്നത്. 3328, 30, 32. അതൊരു ജസ്റ്റ് 10 പിപ്സ് മാത്രമേ ഹിറ്റ് ആയിട്ടുള്ളൂ. അതും നമ്മൾ ക്ലോസ്ഡ് ട്രേഡ് ആണ് കൊടുത്തിരിക്കുന്നത്. റിസ്കിനെ നമ്മൾ അവിടെ മാനേജ് ചെയ്തിട്ടുണ്ട്. 90 പിപ്സ് ആണ് നമുക്ക് അവിടെ ലോസ് വന്നിരിക്കുന്നത്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 130, 100, 160 അത്രയൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പൊ അതിനെ നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ തേർഡ് റിക്കവറി സിഗ്നൽ നമ്മൾ കൊടുത്തിരുന്നു. ഗോൾഡ് ബൈ ആണ്. 3328, 30, 32 ആണ് കൊടുത്തിരുന്നത്. TP1, TP2, TP3 ഹിറ്റ് ആണ്. അത് അത്യാവശ്യം സ്ലോ മൂവ്മെന്റ് ആണ്. വളരെ സ്ലോയിൽ മൂവ് ചെയ്യുന്നതാണ്. അത് പലതവണ പ്രോഫിറ്റിലേക്ക് വന്നിട്ടൊക്കെയുള്ള സിഗ്നൽ ആയിരുന്നു. അതിന്റെ ഒരു TP4ന് ഒരു പോയിന്റ് ബാക്കിലാണ്. അതായത് ഒരു 10 പിപ്സ് മാത്രമേ കൂടി ഹിറ്റ് ആകാനുണ്ട്. 160 പിപ്സ് ആണ് ഹിറ്റ്. 170 ആയിരുന്നു നമ്മൾ TP4 വെച്ചിരുന്നത്. പിന്നെ
25th ഫ്രൈഡേ ആണ് XASD ബൈ ആണ് കൊടുത്തിരുന്നത് 3355 56 58 ബൈ കൊടുത്തിരുന്നു. നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസ് അത് നമ്മൾ ട്രെൻഡ് കറക്റ്റ് മാറിയ ഒരു സമയം അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് നമ്മൾ ഒരു 200 ടിപ്സ് വെച്ചിരുന്നു. നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളുടെ SL കുറച്ച് കൂടുതലാണ് നമ്മൾ വെക്കുന്നത്. നമുക്ക് അതിൽ പക്ഷെ മാർക്കറ്റ് വളരെ വേഗത അൺഎക്സ്പെക്ടഡ് മൂവ്മെന്റ് ഉണ്ടായത് മനസ്സിലായത് കൊണ്ട് നമ്മളത് ഇടയ്ക്ക് വെച്ച് ക്ലോസ് ചെയ്യിപ്പിച്ചു. അതായത് 3352 53 അതിനുള്ളിലാണ് ക്ലോസ് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് 58 എൻട്രി കിട്ടിയിട്ടുള്ള ആളുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 60 പിപ്സ് ആണ് മാക്സിമം പെർ ലോട്ട് സൈസിന് വന്നിട്ടുണ്ടായിരിക്കുക. അവിടെ ലോസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊരു റിക്കവറി സിഗ്നൽ പ്ലാൻ ചെയ്തിരുന്നു, ഈവനിങ് സെല്ല് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ മാർക്കറ്റ് വളരെയധികം ഫാസ്റ്റ് മൂവ്മെന്റും ഇമ്പാക്റ്റും ഒക്കെ ഉള്ളതുകൊണ്ട് എൻട്രി മിസ്സായി പോയത് കൊണ്ട് നമുക്ക് ആ ഒരു സിഗ്നൽ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു പെർഫെക്റ്റ് എൻട്രിയും കാര്യങ്ങളും നമ്മളുടെ ഒരു സ്ട്രാറ്റജി വെച്ച് നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമുക്കൊന്ന് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ഓവറോൾ നമ്മളൊരു ട്രേഡ് അതായത് നമ്മുടെ സിഗ്നൽ കറക്റ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഓവറോൾ പ്രോഫിറ്റ് ഈ വീക്ക് കിട്ടിയിരിക്കുന്നത് ലാസ്റ്റ് വീക്ക് കിട്ടിയിരിക്കുന്നത് 730 പിപ്സും ഓവറോൾ ലോസ് വന്നിരിക്കുന്നത് 160 പിപ്സും ആണ്. അപ്പൊ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഓവറോൾ നമുക്ക് പ്രോഫിറ്റിലാണ് ലാസ്റ്റ് വീക്ക് നിൽക്കുന്നത്. അതുപോലെ തന്നെ ലോ ഹോൾഡേഴ്സ് അതായത് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് നമ്മളൊരു TP4 കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല മൂവ്മെന്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നെക്സ്റ്റ് ഇത് നമ്മൾ എക്സ്പെക്ടഡ് ടാർഗറ്റ്സ് VIP വെക്കാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പോകുന്ന വളരെ ചുരുക്കം ക്ലയൻസ് ഉണ്ട് ട്രെയിലിംഗ് SL വെച്ചുകൊണ്ട് പോകുന്ന ആളുകൾ. അവർക്കെന്ന് പറയുമ്പോൾ നല്ല പ്രോഫിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഏകദേശം 2250 പിപ്സ് ആണ് എന്താ പറയുക പെർ ലോട്ട് സൈസിന് വന്നിരിക്കുന്നത്. അത് കംപ്ലീറ്റ് കിട്ടിയെന്നല്ല പറയുന്നത്, എവിടെ വെച്ചാണോ പ്രോഫിറ്റ് എടുക്കുന്നത് അത്രയും പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓവറോൾ ലോസ് വരുന്നത് 160 പിപ്സ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും അങ്ങനെ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം എന്നുള്ളത്. അത് ഓരോ ക്ലയൻസിന്റെ ഇഷ്ടമാണ്. നമ്മൾ സിഗ്നൽ കൊടുക്കുമ്പോൾ അത് എവിടെ പ്രോഫിറ്റ് കട്ട് ചെയ്യണം, എവിടെ ട്രെയിലിംഗ് SL വെക്കണോ, അത് വെക്കാതെ വെയിറ്റ് ചെയ്യണോ, ഇതൊക്കെ ഓരോ ക്ലയൻസിന്റെ ഇഷ്ടമാണ്. അതിനനുസരിച്ചാണ് അവർക്ക് പ്രോഫിറ്റ് കിട്ടുക. അപ്പൊ ലാസ്റ്റ് വീക്ക് കംപ്ലീറ്റ്ലി നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് ആണ്. പക്ഷെ ഇവിടെ എക്സെപ്ഷണൽ കേസുകളുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻസ് ഇത് ചെയ്യുന്ന രീതി അവർ സിസ്റ്റമാറ്റിക്കലി ഈ ഒരു കാര്യം സിഗ്നലിനെ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഓവറോൾ ലോസ് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലോട്ട് സൈസ് നമ്മൾ സിഗ്നൽ എടുക്കുന്ന സമയത്ത് ഒരു വീക്ക് നമ്മൾ ഇത്ര ലോട്ട് സൈസിലായിരിക്കണം. അതായത് ക്യാപിറ്റലിന് ഫുൾ ക്യാപിറ്റൽ ഇട്ടും നമ്മൾ ചെയ്തത് ക്യാപിറ്റലിന് ആനുപാതികമായിട്ടുള്ള നമ്മൾ എടുക്കാൻ പാടുള്ളൂ ലോട്ട് സൈസ്. അപ്പൊ ലോട്ട് സൈസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആ ലോട്ട് സൈസ് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകണം. പ്രോഫിറ്റ് എവിടെ ബുക്ക് ചെയ്യണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ലോസ് വന്നു കഴിഞ്ഞാൽ റിക്കവറി സിഗ്നൽ ചില ആളുകൾ എടുക്കില്ല പേടിച്ചിട്ട്. എടുത്താൽ തന്നെ ലോട്ട് സൈസ് വളരെ നമ്മൾ 0.10 ലോട്ട് സൈസ് എടുത്തിട്ട് റിക്കവറി വരുന്ന സമയത്ത് നമ്മൾ 0.01 ഇട്ടിട്ട് ചെറിയ പ്രോഫിറ്റിന് കട്ട് ചെയ്ത് ഒരിക്കലും നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെ റിക്കവർ ആകാത്ത കുറച്ച് ക്ലയൻസും നമുക്കുണ്ട്. അത് സിസ്റ്റമാറ്റിക്കലി അത് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്. സിസ്റ്റമാറ്റിക്കലി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഓവറോൾ എപ്പോഴും പ്രോഫിറ്റ് തന്നെയായിരിക്കും. ഇനിയിപ്പോൾ ചെറിയൊരു ലോസ് പോലെ ഉണ്ടെങ്കിൽ കൂടിയും ചെറിയ പ്രോഫിറ്റുകൾ കട്ട് ചെയ്തവർക്ക് ചെറിയൊരു ലോസ് ഉണ്ടെങ്കിലും നെക്സ്റ്റ് വീക്കിൽ അത് കംപ്ലീറ്റ്ലി റിക്കവർ ആയി പോകുന്നതായിരിക്കും. അപ്പൊ ആ രീതിയിലാണ് നമ്മളുടെ സിഗ്നൽ. കാരണം ട്രേഡിംഗ് എപ്പോഴും പ്രോഫിറ്റും ലോസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് ആക്കി വെക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. കാരണം 100% വർക്കിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജികളൊന്നും ട്രേഡിംഗിലില്ല. ഒരു 85-90% ആക്യുറസി കിട്ടിയാൽ തന്നെ അത്യാവശ്യം നമുക്ക് ഓവറോൾ പ്രോഫിറ്റിൽ വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ലാസ്റ്റ് വീക്കിലെ VIP പെർഫോമൻസ്. നമ്മൾ ഡെയിലി 1 സിഗ്നൽ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഒരൊറ്റ പെർഫെക്റ്റ് ട്രേഡ് മതിയാകും നമുക്ക് ഒരു ദിവസം. ഓവർ ട്രേഡ് എപ്പോഴും നമ്മളെ ലോസിൽ മാത്രമേ കൊണ്ടെത്തിക്കുള്ളൂ. പല ആളുകളും ചോദിക്കാറുണ്ട് ഒരു എക്സ്ട്രാ സിഗ്നൽ കൂടി തന്നൂടെ, പക്ഷെ നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല. കാരണം ഓവർ ട്രേഡ് എപ്പോഴും ലോസിലേ എത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു പെർഫെക്റ്റ് എൻട്രി കിട്ടി പ്രോഫിറ്റ് കിട്ടിയാൽ അന്നത്തെ ദിവസം നമ്മൾ മാർക്കറ്റിൽ നിന്ന് പൊയ്ക്കോളുക. അതിനുശേഷം നമുക്ക് പഠിക്കാനൊക്കെ ഉള്ളത് നമുക്ക് ഡെമോയിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് ആ സമയം നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. അപ്പൊ VIP ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഏപ്രിൽ 30th വരെ $10 ആണ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ചാർജ് വരിക. അവർക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. മെയ് 1 മുതൽ നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ ചാർജ് $15 ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. താല്പര്യമുള്ളവർ ഇമ്മീഡിയറ്റ് ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.